ദിവ്യബോധനം ഗ്രന്ഥാവലി വിശ്വാസദീപ്തിയുടെ 4ാമത്തെ യൂണിറ്റ് വിശ്വാസവും ആധുനിക പ്രതിഭാസങ്ങളും. അതിലെ ചാപ്റ്റർ 2 കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളും വെല്ലുവിളികളും. ആമുഖഭാഗം. ആധുനിക സഭയിൽ കണ്ടുവരുന്ന ഭക്തി പ്രസ്ഥാനമാണ് കരിസ്മാറ്റിക് പ്രസ്ഥാനം. പെന്തിക്കോസ്ത് വിഭാഗങ്ങളിലും കത്തോലിക്ക സഭയിലെ ചില ഗ്രൂപ്പുകളിലും ഇത് വ്യാപകമാണ്. സഭാജീവിതത്തിനും വിശുദ്ധ പാരമ്പര്യങ്ങൾക്കും ഇവ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ചരിത്രവും വളർച്ചയും. ഉത്ഭവം. കരിസ്മ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത്. അർത്ഥം കൃപ അല്ലെങ്കിൽ ദാനം എന്നാണ്. ആദിമസഭയുടെ ഒരു കരിസ്മാറ്റിക് പ്രസ്ഥാനമായിരുന്നു എന്ന് പറയാറുണ്ട് എങ്കിലും ഇന്നത്തെ വൈകാരിക പ്രകടനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. ആദ്യകാല ചരിത്രം. 2ാം നൂറ്റാണ്ടിൽ മൊണ്ടാനസ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചുവെങ്കിലും സഭ അവരെ ബഹിഷ്കരിച്ചിരുന്നു. ആധുനിക വളർച്ച. 1960-ൽ കാലിഫോർണിയയിലെ ഡെന്നിസ് ബെനറ്റ് എന്ന പുരോഹിതന്റെ നേതൃത്വത്തിലാണ് ആധുനിക കരിസ്മാറ്റിക് പ്രസ്ഥാനം സജീവമായത്. 1977-ൽ ഈ പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിച്ചു. കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ. വ്യക്തി കേന്ദ്രീകൃതം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ചുറ്റുമാണ് ഈ സമൂഹം രൂപപ്പെടുന്നത്. 2. പരിശുദ്ധാത്മാവിൻ്റെ ഊന്നൽ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കും അഭിഷേകത്തിനും അമിത പ്രാധാന്യം നൽകുന്നു. 3. ആത്മീയ നൽവരങ്ങൾക്കുള്ള ഊന്നൽ. അന്യഭാഷാ ഭാഷണം, രോഗശാന്തി, ദർശനങ്ങൾ ഇവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. 4. സമൃദ്ധിയുടെ സുവിശേഷം. ഭൗമികമായ ഉന്നതിയും സാമ്പത്തിക വളർച്ചയ്ക്കും പ്രാധാന്യം നൽകുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾ കഷ്ടതകളിലെ സഹനത്തെ അവഗണിക്കുന്നു. 5. വൈകാരിക അനുഭവങ്ങൾ. ഉച്ചത്തിലുള്ള സംഗീതവും ശബ്ദക്രമീകരണങ്ങളും വഴി വൈകാരികമായ ഉണർവ് സൃഷ്ടിക്കുന്നു. 6. സ്വതന്ത്ര ആരാധന ശൈലി. ക്രമീകൃതമായ ആരാധന പാരമ്പര്യത്തിൽ നിന്നും വ്യതിചലിച്ചുള്ള സ്വതന്ത്ര ശൈലിയാണ് ഇവർ പിന്തുടരുന്നത്. ലാസ്റ്റ് പോയിന്റ്. അത്ഭുത പ്രവൃത്തികൾക്കുള്ള അമിത പ്രാധാന്യം. അത്ഭുതങ്ങളെ ഒരു അളവുകോലായി കണ്ട് പ്രസ്ഥാനത്തിൻ്റെ പ്രശസ്തി ഉയർത്തിക്കാട്ടുന്നു. അടുത്ത ഭാഗം. കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുടെ മനഃശാസ്ത്രം. മനുഷ്യൻ്റെ ഉപബോധ മനസ്സിലുള്ള കുറ്റബോധം, മാനസിക സംഘർഷങ്ങൾ എന്നിവയിൽ നിന്ന് ആശ്വാസം കണ്ടെത്താനാണ് ആളുകൾ ഇത്തരം പ്രസ്ഥാനങ്ങളെ സമീപിക്കുന്നത്. എന്നാൽ സത്യകുമ്പസാരം വഴി മനസ്സിൻ്റെ ഇത്തരം ഭാരങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കുമെന്ന് സഭ പഠിപ്പിക്കുന്നു. കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളോടുള്ള പൗരസ്ത്യ സഭയ്ക്കുള്ള പ്രതികരണം. വൈകാരിക പ്രകടനങ്ങൾ മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെന്നും മാമോദിസയിലൂടെ ലഭിച്ച പുതുക്കത്തിലൂടെ കാലത്തിൻ്റെ അടയാളം തിരിച്ചറിയണമെന്നും സഭ ഓർമ്മിപ്പിക്കുന്നു. വ്യാജ പ്രവാചകന്മാരെയും അത്ഭുതങ്ങളെയും കുറിച്ച് ജാഗ്രത പാലിക്കാൻ ബൈബിൾ നൽകുന്ന മുന്നറിയിപ്പ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. യഥാർത്ഥ ആത്മീയത എന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സമഗ്രമായ ശുദ്ധീകരണമാണ്. ഈ പാഠത്തിൻ്റെ കൺക്ലൂഷൻ. കരിസ്മാറ്റിക് പ്രസ്ഥാനം സഭയ്ക്കും സഭയുടെ വിശ്വാസത്തിനുമെതിരെ ഉയർത്തുന്ന വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് ശരിയായ ആത്മീയതയിലേക്ക് സഭാംഗങ്ങളെ കൊണ്ടുവരുവാൻ ഉള്ള ചുമതല സഭയ്ക്കുണ്ട് എന്നതാണ്.